സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം. തുടങ്ങാണ്. പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് പവിത്ര മോതിരം കയ്യില. പുരുഷന്മാർ വലത് കൈയിലെ മോതിരവിരലിലും സ്ത്രീകൾ ഇടത് കൈയിലെ മോതിരവിരലിലും പവിത്രം ധരിക്കുക. നീളം കുറഞ്ഞു കിട്ടിയ പവിത്ര മോതിരം ധരിക്കുക. സ്ത്രീകൾ ഇടത് കൈയിലെ മോതിരവിരലിലും പുരുഷന്മാർ ഇടത് കൈയിലെ മോതിരവിരലിലും പവിത്ര മോതിരം ധരിക്കുക. പൂവ്, ചന്ദനം, അക്ഷരം എന്നിവ കൂട്ടിയെടുത്ത് ഇന്ത്യയിൽ നിന്നും കുറച്ച് ജലവും കൂടെ ചേർത്ത് കൈയൊരൽപ്പം ഉയർത്തിപ്പിടിച്ച് ഗംഗേജ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു പറഞ്ഞുകൊണ്ട് ഹിന്ദിക്കകത്ത് ഇടുക. ഗംഗ, യമുന, കാവേരി നദികളുടെ പുണ്യതരങ്ങളുടെ ഒരു സാന്നിധ്യം ഈ ജലത്തിൽ വർണ്ണവും സങ്കല്പിച്ചുകൊണ്ട് ഹിന്ദിക്കകത്തേക്ക്. അതിനുശേഷം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന വിദ്യാബലം ദൈവബലം തദേവ ലക്ഷ്മീപദേ അംഗ്രിയുഗം സ്മരാമി അപവിത്ര പവിത്രോവ സർവാവസ്ഥാം യദോപിപ യത് സ്മരേ പുണ്ഡരീകാക്ഷം സഭാഹ്യാഭ്യന്തര ശുചിമാനസം വാജുഷം പാപ സമകർമ്മണ. ശ്രീരാമസ്മരേ തദവാര നക്ഷത്രം വിഷ്ണുദേവത യോഗച്ച കരണം ചൈവ സർവം വിഷ്ണുമയം ജഗത് ശ്രീ ഗോവിന്ദ ഗോവിന്ദ. ബ്രഹ്മണ ദ്വിതീയ പരാർത്ഥേ ശ്വേതവരാഹകൽപേ വൈശ്വന്യമന്യതേ. നക്ഷത്രയുക്തായ ശുഭയോഗ ശുഭകരണ ഏവം ഗുണ വിശിഷ്ടായാം അസ്യാം അമാവാസ്യാം ശുഭതിഥൗ മമോപാത സമസ്ത ദുരിതക്ഷയദ്വാരാ ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം അസ്മത് പിതു പിതാമഹ പ്രപിതാമഹാനാം പശുരുദ്ര ആദിത്യസ്വരൂപാണാം അസ്മാത് മാതാമഹ